പ്രണയം മുറിക്കാൻ വിവാഹം, ഒടുവിൽ ഇരുവരും യാത്രയായി. തീരാ നോവായി ഷൈമയും സജീറും. മലപ്പുറം കാരക്കുന്നിൽ ഷൈമയുടെയും സജീറിന്റെയും മരണം നാടിന് തീരാ നോവായി മാറിയിരിക്കുകയാണ്. നിക്കാഹ് നടന്ന 3-ാം നാൾ 18-കാരി ഷൈമയും ഒരാഴ്ചയ്ക്കിപ്പുറം 19-കാരൻ ആൺസുഹൃത്ത് സജീറിന്റെയും മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. ഇരുവരുടെയും പ്രണയം നിരാകരിച്ചുകൊണ്ട് മറ്റൊരാളുമായി ഷൈമയുടെ വിവാഹം ഉറപ്പിച്ചത് ഇത്രയും വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് കുടുംബം കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. വിവാഹം നിശ്ചയിച്ച 3-ാം നാളാണ് തൃക്കലങ്കോട് സ്വദേശിയായ 18-കാരി ഷൈമ സിനിവർ ജീവനൊടുക്കിയത്. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയായിരുന്നു മരണം. ഇതേ ദിവസം തന്നെ സജീറിനെയും വീട്ടിനുള്ളിൽ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അത്യാസന്ന നിലയിലായിരുന്ന സജീറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപകടനില തരണം ചെയ്തിരുന്നെങ്കിലും ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ ആശുപത്രി അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു സജീർ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്നലെ എല്ലാവരുടെയും കണ്ടുവെട്ടിച്ച് ആശുപത്രിയിൽ നിന്നും സജീർ കടന്നു കളഞ്ഞു. പിന്നീട് ഇടവണ്ണ പുകമണ്ണയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷൈമയുടെ മരണത്തെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും മരണത്തിൽ ആർക്കും പങ്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ല. സജീറുമായുള്ള ബന്ധം നിരാകരിച്ചതുള്ള വേദനയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഷൈമയുടെ സമ്മതമില്ലാതെയാണ് ബന്ധുക്കൾ നിക്കാഹ് നടത്തിയെന്നാണ് ആരോപണം. പിതാവ് മരിച്ച ശേഷം പിതൃസഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത്. ജനുവരി അവസാനമായിരുന്നു ഷൈമയുടെ നിക്കാഹ്. മതാചാരപ്രകാരം ചടങ്ങ് നടത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല.